ദിശ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 15 ഡേയ്സ് ക്ലിയർ സ്കിൻ ചാലഞ്ചിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും ചുളിവുകൾ മാറ്റാനും നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും സ്കിന്നിന് നല്ല ഗ്ലോ തരാനും സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ഒരു ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രമേ എന്റെ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് വേണ്ടുന്ന ഇൻഗ്രീഡിയന്റ് ഫ്ലാക്സ് സീഡ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനും നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനും കറുത്ത പാടുകൾ മാറ്റാനും സ്കിന്നിന് നല്ല ഗ്ലോ തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക്കൽ ഇൻഗ്രീഡിയന്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് മഞ്ഞളാണ്. അത് കസ്തൂരി മഞ്ഞളോ ഏത് തരം മഞ്ഞളായാലും ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൗഡർ ആണെങ്കിൽ അതെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ആണ്. അപ്പൊ ഇതില്ലെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് വൈറ്റമിൻ ഇ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം. ഏത് ഓയിലാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് അതെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണം. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു ജെല്ല് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കേണ്ട, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമ്മൾ ഇതിന്റെ ജെല്ല് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തിക്ക് ആകണ്ട, കുറച്ച് ലൂസ് ആയിട്ട് ഒരു സിറം കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി തിക്കായിട്ടും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, അതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ ഒരു വെള്ളത്തിന്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറി ആ ഒരു ചെറിയ ഒരു ജെൽ ലൂസ് ആയിട്ടുള്ള ഒന്ന് ഇങ്ങനെ നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം, ഇങ്ങനെ പശ പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ മഞ്ഞളിന്റെ പൗഡർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു മഞ്ഞളിന്റെ ആ ഒരു കളറും അതിനകത്തുള്ള ആ ഗുണങ്ങളെല്ലാം ആ ജെല്ലിലേക്ക് വരും. വളരെ ഇഫക്റ്റീവ് ആണ്. ഇപ്പൊ മഞ്ഞൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും പിമ്പിൾസ് ഒക്കെ മാറ്റിയെടുക്കാനും സ്കിന്നിന് നല്ല തിളക്കം നൽകാനും കറുത്ത പാടുകൾ മാറ്റാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ അതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. അപ്പൊ ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് കട്ടിയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളവും കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പൊ ദേ ഇതുപോലെ നമുക്ക് ആ ഒരു ജെല്ല് വേർതിരിച്ച് ഇതുപോലെ ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ആണ്. അപ്പൊ ഞാൻ ഈ മേടിച്ച ആൽമണ്ട് ഓയിലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് മേടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊരു 4-5 ഡ്രോപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഏത് ഓയിലാണെങ്കിലും അത് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് നമുക്കിത് മാറ്റാം. ഇപ്പൊ ഇതേ കണ്ടില്ലേ? നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമുക്കിത് ഒരാഴ്ച വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ഇതുപോലെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസ്, കറുത്ത പാടുകൾ, ചുളിവുകൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു മോയ്സ്ചറൈസർ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് എന്തെങ്കിലും ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം. രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ കാണാനായിട്ട് പറ്റും. ഇനി ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഇതിന് പകരമായിട്ട് ഞാൻ വേറൊരു മോയ്സ്ചറൈസറിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കാർട്ടിലോ കൊടുക്കാം. അതൊന്ന് പോയി കണ്ടു നോക്കുക. അതും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ഇത് ചെയ്യാൻ പറ്റാത്തവർക്ക് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഭയങ്കര ഈസി അല്ലേ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെയിലി മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.